പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 8-ാം തീയതി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കർത്താവിന് കരം ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. നാം സന്തോഷിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. കർത്താവ് നമ്മളെ അത്ഭുതകരമായി ഈ പകൽക്കാലം നടത്തുന്നതോർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ എല്ലാ നാവും തുറന്ന് ആമേൻ സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ആമേൻ സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മളെ ഓർപ്പിക്കുന്നത് ആമേൻ കർത്താവിൻ്റെ ആ വലിയ കൃപയെ 148-ാം സങ്കീർത്തനം പറയും. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സർവ്വ സൈന്യവുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, കർത്താവിൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും ഇത് മേലായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറയാം. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. അവൻ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. പ്രത്യേകിച്ച് ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുന്നവർ, അവൻ ബലഹീനത അനുഭവിക്കുന്നവർ, തലയ്ക്കകത്ത് ഭാരം അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാളുകളായുള്ള ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നോർമലാകട്ടെ. നാളുകളായി ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ. കർത്താവിൻ്റെ കൃപ ഇപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവിക അത്ഭുതങ്ങൾ പ്രത്യേകമായിട്ട് കർത്താവെ ഈ ആന്തരിക അവയവങ്ങളിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കാലിൻ്റെ അടിഭാഗത്തുള്ള അലർജികൾ മാറിപ്പോകട്ടെ, ശരീരത്തുള്ള അലർജികൾ മാറിപ്പോകട്ടെ. ആമേൻ. ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. ഓട്ടിസ്റ്റിക് ആമേൻ ആമേൻ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. ആമേൻ. അത്ഭുത സൗഖ്യം നടക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടന്നതിനായിട്ട് സ്തോത്രം, നോർമലായതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ വലിയ ദൈവപ്രവൃത്തി നടക്കണം. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോകത്ത് ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യണമേ. ഇന്ന് കർത്താവ് ഈ പ്രഭാതത്തിൽ ഇന്ന് വൈകിട്ട് നടക്കുവാനുള്ള മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിന് വലിയ പ്രവൃത്തി കടക്കാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വലിയ ഫേവർ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. 2025 അവർക്ക് ആമേൻ 5-fold ബ്ലെസ്സിങ്സ് അവരുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അവൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്ന് പറയുന്നത്, അവൻ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉയർച്ചകളുണ്ടാകും. അവൻ അതുകൊണ്ട് 2025 ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഓപ്പറേറ്റ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കണം.
ജീവിക്കണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ജോസഫിൻ്റെ കാര്യം നമുക്ക് എടുത്തു നോക്കാം. ജോസഫിൻ്റെ ജീവിതത്തിൽ എന്താ, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 4 വാക്യം ഒന്ന് വായിച്ചു നോക്കി. അതുകൊണ്ട് യോസഫ് അവനിഷ്ടനായി ശുശ്രൂഷ ചെയ്തു, അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആക്ച്വലി ജോസഫിനെ ഒരു അടിമയായിട്ടാണ് പുത്തിഫറിൻ്റെ ഭവനത്തിൽ കൊണ്ടുവരുന്നത്. പുത്തിഫറിൻ്റെ ഭവനത്തിൽ കൊണ്ടുവരുന്ന ജോസഫ് അടിമയായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവൻ. എന്നാൽ ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നത് കൊണ്ട് ജോസഫ് ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായി. അർത്ഥം എന്നാണെന്നറിയോ, ജോസഫ് ദൈവത്തിൻ്റെ ജ്ഞാനം ആ ഭവനത്തിനകത്ത് ഉപയോഗിച്ചു. അത് മുഖാന്തരം തൻ്റെ യജമാനന് അനുഗ്രഹമുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ജോസഫിനെ ആ ഭവനത്തിനകത്ത് അനുഗ്രഹമാക്കുന്നത്. അപ്പോൾ ആ ജ്ഞാനം ജോസഫ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ജോസഫ് ഒരു ബ്ലെസ്സിങ് ആയി മാറി. ആ ബ്ലെസ്സിങ് മുഖാന്തരം എന്ത് സംഭവിച്ചു? അത് ജോസഫിൻ്റെ യജമാനന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അത് മുഖാന്തരം ജോസഫിന് പ്രമോഷനുകൾ ലഭിക്കുക. 2025 നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ജ്ഞാനം മുഖാന്തരമുള്ള പ്രമോഷനുകൾ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനം മുഖാന്തരമുള്ള പ്രമോഷനുകൾ 2025 നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ജോസഫിൻ്റെ ചരിത്രം നമ്മൾ പിന്നെയും പഠിക്കുമ്പോൾ നമുക്കറിയാം, ജോസഫ് നേരെ എവിടെ പോകുന്നു? 41 അധ്യായം എടുത്തു നോക്കി. അതിൻ്റെ 39 40 വാക്യങ്ങൾ, 41 39 40 വാക്യങ്ങൾ വായിച്ചു നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെയും പറഞ്ഞിരിക്കുന്നത്, ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞ്, പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല, നീ എൻ്റെ ഗ്രഹത്തിനൊക്കെയും മേലധികാരിയാകും. 2024 വീണ്ടും 25 വീണ്ടും ഞാൻ പറയട്ടെ, ഇത് പ്രമോഷൻസിൻ്റെ വർഷമാണ്. ദൈവമക്കളുടെ പ്രമോഷൻസിൻ്റെ വർഷമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഉപയോഗിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ കാര്യങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിങ്ങൾ പ്രോസ്പറാകും. അവിടെയൊക്കെയും നിങ്ങളുടെ പ്രമോഷൻസ് വരുവാൻ കാരണമാകും. ഈ പ്രഭാതത്തിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ കാര്യങ്ങളെ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനം ഇവരുടെ ലൈഫിൽ പ്രകടമാകട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനം ഇവരിലൂടെ മാനിഫെസ്റ്റഡ് ആകട്ടെ. അത് കണ്ട് ഇവരുടെ കൂടെയുള്ളവർ, ഇവരുടെ യജമാനന്മാർ, ഇവരുടെ ബോസുമാർ, ഇവരുടെ ടീച്ചർമാർ, ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ, സഹപാഠികൾ എല്ലാവരും തിരിച്ചറിയുവാനും ദൈവിക പ്രമോഷനുകൾ ഇവരുടെ ലൈഫിൽ ലഭിക്കാനും ഇടവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കണ്ടവരെ അനുഗ്രഹിക്കുന്നു. 2025 ഇവരുടെ ലൈഫിൽ പ്രമോഷൻസുകൾ ഉണ്ടാകുന്നതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വർദ്ധിച്ചു പെരുകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ.